നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള 9ാം ക്ലാസ്സിലെ ലാറ്ററൽ എൻട്രി ഓൺലൈൻ ഫോം ഫിൽ ചെയ്യുന്ന വിധം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു ഗൂഗിൾ സെർച്ചിൽ പോയി nvs.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ NVSൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കൊണ്ടെത്തിക്കും. navodaya.gov.in അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് നവോദയയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. അതിൻ്റെ ഏറ്റവും ആദ്യം നീല കളറിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ക്ലാസ് 9 ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റ് 2021 അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ക്ലിക്ക് ഹിയർ ടു വ്യൂ നോട്ടിഫിക്കേഷൻസ് ഓർ പ്രോസ്പെക്ടസ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. പ്രോസ്പെക്ടസ് നമുക്ക് വന്നു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്കീം ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ജവഹർ നവോദയ വിദ്യാലയാസ് ഉണ്ട്, അഡ്മിഷൻ ടു ക്ലാസ് 9 എഗൻസ്റ്റ് വേക്കൻറ്റ് സീറ്റ്സ് അതുണ്ട്. പിന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ സൈറ്റിലെത്താവുന്ന ഒരു സൈറ്റ് അഡ്രസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. www.nvsadmissionclass9.in ആ വെബ്സൈറ്റിലും നമുക്ക് കയറി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ നടത്താൻ പോകുന്ന ഡേറ്റ് 30th February 2021 ആണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ വായിച്ച് നോക്കുക. സെലക്ഷൻ ആൻഡ് അഡ്മിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സാമിനേഷനെ കുറിച്ച് വീണ്ടും പറയുന്നു. പിന്നെ കോമ്പോസിഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ അതിൻ്റെ സിലബസാണ് പിന്നീട് കൊടുത്തിരിക്കുന്നത്. സിലബസ് വായിച്ച് നോക്കുക. അതിനുശേഷം ഓരോ സ്റ്റേറ്റിലെയും നവോദയ വിദ്യാലയങ്ങളിലെ പ്രസൻറ്റ് ഒഴിവിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ജില്ലയിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടുന്നത്. അപ്പോൾ നമ്മൾ കേരളം നോക്കുക. കെ എന്ന് പറയുന്ന ആൽഫബറ്റിൽ എത്തുക. നമ്മൾ ഇവിടെ കേരളം എത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ണൂർ 5ാമത്തെ സ്കൂൾ നമ്പർ 9 വേക്കൻസി ആണുള്ളത്. റൂറലിൽ 7, ഗേൾസ് 4, അതുപോലെ ST 1. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ആദ്യത്തെ പേജിലേക്ക് കടക്കുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഫേസ് 1 2 ഫേസായിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഫേസ് 1 ഇത് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. നമ്മൾ ആദ്യം ഇവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ കേരള നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആൻഡ് സെലക്ട് ഡിസ്ട്രിക്റ്റ് നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ടിത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേര് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. അതിനുശേഷം ഈ ക്യാപ്ച അതുപോലെ ടൈപ്പ് ചെയ്യുക ഇവിടെ. അതിനുശേഷം നമ്മളിതിനെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മൊബൈലിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയ ഈ മൊബൈലിലേക്ക് നമുക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ അത് നോക്കുക. ഇതുപോലെ VD/NVS രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ദ ക്രിഡൻഷ്യൽ ടു ലോഗിൻ ഫോർ 9th ക്ലാസ് NVS യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനെ 2 യൂസർ നെയിമും പാസ്വേഡും വരും. ഇത് വെച്ചുകൊണ്ട് വേണം വീണ്ടും നമുക്ക് ഫേസ് 2ലേക്ക് കടക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ NVSൻ്റെ പ്രീവിയസ് സൈറ്റിലേക്ക് വന്ന് ഈ ക്രീഡൻഷ്യൽസ് നമ്മുടെ മൊബൈലിൽ വന്ന പാസ്വേഡും ഇതും അടിച്ചു കൊടുക്കുക. FGVL
CN. അപ്പോൾ ഒന്ന് ഓർക്കേണ്ടുന്നത്, ഒരു മൊബൈൽ നമ്പർ വെച്ച് ഒരു രജിസ്ട്രേഷൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. നമുക്ക് മൊബൈലിൽ കിട്ടിയ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇവിടെ രജിസ്ട്രേഷൻ ഫോം ഫേസ് സെക്കൻഡ്. ഇപ്പോൾ ഫേസ് സെക്കൻഡിൽ ഇങ്ങനെ ഒരു സംഗതി കിട്ടും. ഇവിടെ നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്യുക. കേരള, കണ്ണൂർ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം. ഇപ്പോൾ ഫാദറിൻ്റെ പേരടിക്കുക. രജിസ്ട്രേഷൻ നമ്പർ, ആധാർ നമ്പർ, വിദ്യാർത്ഥിക്ക് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ എഴുതുക. നെയിം ഓഫ് ഗാർഡിയൻ, റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ, അതെല്ലാം എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, ബോഡിയിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എഴുതുക. എ ബ്ലാക്ക് മോൾ ഓൺ ദി അപ്പർ ലെഫ്റ്റ് ആം എന്നൊക്കെ പറഞ്ഞ് ഒരു ബ്ലാക്ക് മാർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മാർക്ക് ബോഡിയിൽ കണ്ടെത്തി അതിവിടെ എഴുതുക. കാറ്റഗറി എഴുതുക. കാറ്റഗറി ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. ഇങ്ങനെ എഴുതുക. ദെൻ പ്രസൻറ്റ് പോസ്റ്റൽ അഡ്രസ്സ് എഴുതുക. പിൻകോഡ് എഴുതുക. മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ ടെലഫോൺ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക. അതുപോലെ അപ്ലോഡ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഉണ്ട്. അപ്ലോഡ് ഇമേജ് സൈസ്, ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഷുഡ് ബി അപ്ലോഡഡ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ കൊണ്ട് ഒറ്റ കളറുള്ള ഒരു ഭിത്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അതിനെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ MB കുറയ്ക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് പോയി ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിലേക്ക് വന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോട്ടോ എടുത്തിടുക. അതിനെ ഓപ്പൺ വിത്ത് പെയിൻറ് എന്ന് പറയുന്ന ഇതിൽ തുറക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ അവിടെ നമുക്ക് തുറന്ന് കിട്ടും. ഇതിനെ നമുക്ക് റീസൈസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്ന് റീസൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ വന്നിട്ട് മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് അതിനെ മാറ്റുക. പിക്സൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിക്സൽസ് എന്ന് പറയുന്നത് ഒരു 400, വെർട്ടിക്കലായിട്ട് നമുക്കൊരു 500. ഇതിനെ ഓക്കെ എന്ന് കൊടുക്കുക. ഇത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇൻറ്റു കൊടുക്കുമ്പോൾ സേവ് എന്ന് വരുന്നു. അത് സേവ് ചെയ്യുക. ഒന്നുകൂടി ആ ഫോട്ടോയെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത ഫോട്ടോ ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫയൽ സൈസ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് പ്രോപ്പർട്ടീസിൽ വന്ന് അതിൻ്റെ ഫയൽ സൈസ് ഓൺ ഡിസ്ക് 67.3 KB. അപ്പോൾ നമുക്ക് 100 KB വരെ ആകാം. അപ്പോൾ ഇത് റൈറ്റ് ആയിട്ടുള്ള സെലക്ഷനാണ്. നമ്മൾ ഫോട്ടോ ആക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും പേരൻറ്റിൻ്റെ സിഗ്നേച്ചറും ഓരോ വെള്ള പേപ്പറിലിട്ട് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറും പേരൻറ്റിൻ്റെ സിഗ്നേച്ചറും നമ്മൾ ചെയ്ത് വെക്കേണ്ടുന്നത്. ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട്, ഇപ്പോൾ മൊബൈലിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം. അഡോബ് സ്കാൻ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലിട്ട് അതിൽ നിന്ന് അതിനെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ 100 KBക്കകത്തുള്ളതാക്കി മാറ്റുക. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ, ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ JNVST ഫോട്ടോ 2 ആണ് ഇട്ടിരിക്കുന്നത്. അത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ ആയിക്കഴിഞ്ഞു. JNVST ഫോട്ടോ 2 JPG. ഇനി അടുത്ത് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ്. അത് നമ്മൾ സൈൻ എന്നും പറഞ്ഞിവിടെ KB കുറച്ചിട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അതുപോലെ സിഗ്നേച്ചർ ഓഫ് ദി പേരൻ്റ്, അതും ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഇങ്ങനെ വരുന്നതാണ്. നെയിം ഓഫ് സ്കൂൾ, ഡീറ്റെയിൽസ് ഓഫ് സ്കൂൾ വെയർ കാൻഡിഡേറ്റ് ഈസ് സ്റ്റഡിയിങ്. ഇവിടെ നോക്കാം, 8th സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ാം ക്ലാസ്സിൻ്റെ സ്കൂൾ വിവരങ്ങൾ നൽകുക.
സ്കൂളിൻ്റെ ലൊക്കേഷൻ റൂറലിലാണോ അർബണിലാണോ എന്ന് സ്കൂൾ അതോറിറ്റിയോട് ചോദിച്ച് അത് മനസ്സിലാക്കി അതെഴുതുക. ഇപ്പോൾ സ്കൂൾ നിൽക്കുന്ന വില്ലേജ് അല്ലെങ്കിൽ ടൗൺ എവിടെയാണെന്ന് എഴുതുക. ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ദി ക്ലാസ്, 8th ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് മാർച്ച് 2020. മീഡിയം ത്രൂ വിച്ച് കാൻഡിഡേറ്റ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ്, ഇപ്പോൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ അതേഴ്സ് എന്ന് കൊടുത്തിട്ട് ഇവിടെ അത് മലയാളമെന്ന് ടൈപ്പ് ചെയ്യുക. എക്സ്പെക്റ്റഡ് പാസ് മാർച്ച് 2021. അതുപോലെ ഇതെല്ലാം ഓൾറെഡി നമുക്കിവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളിതുവരെ ഫില്ല് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഐ സർട്ടിഫൈ ബൈ കാൻഡിഡേറ്റ് പേരൻറ്റ് ഗാർഡിയൻ എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച ഇവിടെ ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സബ്മിഷൻ പൂർത്തിയായി. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.